അപ്പോ ആ നാട്ടില് ഫക്കീറന്മാരില്ല എങ്കിലോ? അപ്പോൾ ആ നാട്ടില് ഫക്കീർ ഇല്ലെങ്കിലോ? അതൊരു പ്രധാന ചോദ്യമാണ്. ഉളഹിയ്യത്തറുക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം സുന്നത്താണെങ്കിൽ അല്പമെങ്കിലും ഫക്കീറിന് അവിടെ കൊടുത്തിരിക്കണം. നിർബന്ധമായതാണെങ്കിൽ മുഴുവനും കൊടുത്തിരിക്കണം. എന്നാൽ ആ നാട്ടിൽ ഫക്കീർ ഇല്ലെങ്കിലോ? സക്കാത്തിന്റെ മസല പോലെ തന്നെയാണ് ഇവിടെയും. സക്കാത്ത് കൊടുക്കുമ്പോൾ എവിടെയാണോ മുതലുള്ളതെങ്കിൽ അവിടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ആ നാട്ടിൽ അതിന് അവകാശം ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നാട്ടിൽ കൊടുക്കണം എന്നതാണ് മസല. ഇതുപോലെ തന്നെ ഉളഹിയ്യത്തറുക്കപ്പെടുന്ന ഒരു നാട്ടില് ഫക്കീർ തീരെ ഇല്ല എന്ന് സങ്കല്പിക്കുക. ഇന്നിപ്പോ ഫക്കീർ ഇല്ലാത്തൊരു നാടുമില്ല, എല്ലാ നാട്ടിലും ഫക്കീർ ഉണ്ടാവും. എന്നാൽ ഒരു നാട്ടിൽ ഫക്കീർ ഇല്ല എന്ന് സങ്കല്പിച്ചാൽ ആ നാട്ടിന്റെ തൊട്ടടുത്തുള്ള നാട്ടില് ഉള്ള ഫക്കീറന്മാർക്ക് അത് കൊടുക്കണം. അവിടെയും ഫക്കീർ ഇല്ലെങ്കിലോ അതിന്റെ തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് കൊടുക്കണം. അവിടെയും ഇല്ലെങ്കിൽ അതിന്റെ തൊട്ട നാട്ടിലേക്ക്. അങ്ങനെ ഏറ്റവും കരീബായ അടുത്ത പ്രദേശത്തുള്ള ഫക്കീറിന് അത് കൊടുക്കണം. ഇനി ഒരു നാട്ടില് ഒരു ഫക്കീറേ ഉള്ളൂ, എന്നാൽ അവിടെയുള്ള നിർബന്ധമായ മാംസം മുഴുവനും ആ ഫക്കീറിന് നൽകിയിരിക്കണം. ഒരു നാട്ടിൽ ഒരു ഫക്കീറേ ഉള്ളൂ എങ്കിൽ അതെങ്ങനെ കൊടുക്കുക? ഞങ്ങളുടെ നാട്ടിൽ 20 പോത്തിറക്കുന്നുണ്ട്. ഈ 20 പോത്തിൽ നിന്നും ഓരോ പങ്കാളികളുടെയും മാംസം നോക്കിയാൽ കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ അയാൾക്ക് തോനെ കൊടുക്കേ? അത് കൊടുക്കണം, അയാൾ അവകാശമല്ലേ. എന്റെ സ്വത്ത് എനിക്ക് തരണ്ടേ? എനിക്ക് അവകാശപ്പെട്ട എന്റെ സ്വത്ത് അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ലല്ലോ. ഈ ഫക്കീർ ആ മാംസത്തിന്റെ ഉടമാവകാശിയായി മാറി. നിങ്ങൾ നൽകിയാലും ഇല്ലെങ്കിലും ആ ഫക്കീർ അതിന്റെ അവകാശിയായി മാറി. ഇനി അത് അവനിക്ക് കൊടുക്കൽ നിർബന്ധം. അത് അവന്റെ സ്വത്താ. അവന്റെ സ്വത്തായതുകൊണ്ട് അവന് വിറ്റോട്ടെ. അവന് വിറ്റ് മറ്റൊരാൾക്ക് കൊടുത്ത് കാശാക്കിയാൽ അവന്റെ ഫക്കീർ നീങ്ങുമല്ലോ. അവൻ ഫക്കീർ ആയതെന്താ? അവന് ജീവിത മാർഗം ഇല്ലാത്തത് കൊണ്ടല്ലേ. അവന് ഒരു പോത്തിന്റെ മാംസം ഒന്നായിട്ട് കിട്ടി. എന്നാൽ ആ മാംസം അദ്ദേഹം അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കട്ടെ, വിറ്റിട്ട് അദ്ദേഹം കാശുണ്ടാക്കിക്കോട്ടെ. അങ്ങനെ കാശുണ്ടായാൽ അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടായില്ലേ. അപ്പൊ നാട്ടിൽ ഒരു ഫക്കീറാണ് ഉള്ളതെങ്കിൽ മാംസം അദ്ദേഹത്തിന് തന്നെ എന്ത് ചെയ്യണം? നിർബന്ധമായ മാംസങ്ങളൊക്കെ നൽകണം. തീരെ ഇല്ലാത്തപ്പോഴാണ് തൊട്ടടുത്ത നാട്ടിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത്.